നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ജാവാസ്ക്രിപ്റ്റിൽ എന്താണ് സെറ്റ് എന്നാണ് നോക്കുന്നത്. ആക്ച്വലി സെറ്റ് എന്ന് പറയുന്ന ഒരു ബിൽറ്റ് ഇൻ ഒബ്ജക്റ്റ് ആണ് ജാവാസ്ക്രിപ്റ്റിൽ. നിങ്ങൾക്ക് അറേ അറിയാമെങ്കിൽ ഓൾമോസ്റ്റ് അറേനോട് ഈക്വൽ ആണ് ഈ സെറ്റും. പക്ഷെ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ അതൊരു ബിൽറ്റ് ഇൻ ഒബ്ജക്റ്റ് ആണ്. രണ്ടാമത്തെ കേസ് ഇത് യൂണീക് വാല്യൂസ് മാത്രമേ സ്റ്റോർ ചെയ്യൂ. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഈ സ്റ്റോർ ചെയ്യുന്ന സെറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യും. അരയിൽ പക്ഷെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ആണെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റുമല്ലോ. ഇനി സെറ്റിൽ എന്ത് ടൈപ്പ് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒബ്ജക്ട് റെഫറൻസും സ്റ്റോർ ചെയ്യാം, അതുപോലെ തന്നെ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സും സ്റ്റോർ ചെയ്യാം. അതായത് എന്ത് ടൈപ്പ് വാല്യൂസ് വേണമെങ്കിലും നമുക്ക് ഈ സെറ്റിൽ സ്റ്റോർ ചെയ്യാം. നമ്പറോ സ്ട്രിങ്ങോ ബൂലിയനോ അൺഡിഫൈൻഡോ സിമ്പിൾസോ അല്ലെങ്കിൽ ഒബ്ജക്ട്സോ അറേസും കൈൻഡ് ഓഫ് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ഇതിന്റെ റെഫറൻസ് ആയിരിക്കും ഇതിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെയാന്ന് എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ടല്ലേ, അപ്പൊ ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യുക. സെറ്റിന്റെ നെയിം കൊടുക്കുക. ഞാന് നം സെറ്റ് എന്നാണ് സെറ്റിന് നെയിം കൊടുക്കുന്നത്, ഈക്വൽ ടു ന്യൂ ഓപ്പറേറ്റർ. അത് കഴിഞ്ഞിട്ട് സെറ്റിന്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യാം. ഇങ്ങനെയാണ് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സെറ്റിലേക്ക് രണ്ട് ടൈപ്പിൽ വാല്യൂ ആഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ബിൽറ്റ് ഇൻ മെത്തേഡ് ആഡ് യൂസ് ചെയ്തിട്ട്, അപ്പൊ ഈ നം ഒബ്ജക്ട് ഡോട്ട് ആഡ് മെത്തേഡിനെ കോൾ ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏത് ടൈപ്പ് വാല്യൂ ആണോ നിങ്ങൾക്ക് കൊടുക്കേണ്ടത് ആ വാല്യൂ പ്രിമിറ്റീവോ ഒബ്ജക്റ്റോ എന്താണോ കൊടുക്കേണ്ടത് അത് പാസ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഞാൻ ഒരു വാല്യൂം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഡോട്ട് ആഡ് ഓഫ് 20. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് അറേ ആയിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഐട്രബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡാറ്റ ടൈപ്പ് ആയിരിക്കണം അറേ ഓഫ് എന്ന് പറഞ്ഞ ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതൊന്ന് റിമൂവ് ചെയ്യുവാണ്. ഇനി നെക്സ്റ്റ് മെത്തേഡ് നമുക്ക് ഈ സെറ്റിലെ എത്ര നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ സൈസ് മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അത് ഞാൻ കൺസോൾ ചെയ്യുവാണ്. numset ഡോട്ട് സൈസ്. ഇവിടെ കണ്ടില്ലേ, ഇപ്പൊ നമ്മൾ രണ്ട് വാല്യൂ ആഡ് ചെയ്തുകൊണ്ട് 2 ആയിരിക്കും അതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇനി സപ്പോസ് ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചോ. ഓൾറെഡി ഇതിന്റെ അകത്ത് 20 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഉണ്ട്. എഗെയിൻ ഞാനൊരു 20 ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സെറ്റിന്റെ സൈസ് ചേഞ്ച് ആയിട്ടില്ല. കാരണം ഇവരുടെ ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് റിമൂവ് ചെയ്യും. ഇനി ഞാൻ 20ക്ക് പകരം 30 ആക്കുമ്പോൾ ഇവിടെ കണ്ടില്ലേ സൈസ് ഇൻക്രീസ് ചെയ്തു. കാരണം അത് പുതിയൊരു എലമെന്റ് ആയതുകൊണ്ട് ആ സെറ്റിലേക്ക് ആഡ് ചെയ്തു. അപ്പൊ ഇതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്, സെറ്റ് എപ്പോഴും യൂണീക് വാല്യൂസേ സ്റ്റോർ ചെയ്യുള്ളൂ. അതിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് റിമൂവ് ചെയ്ത് ഡിസ്റ്റിങ് വാല്യൂസിനെ അത് മെയിൻറ്റെയിൻ ചെയ്യും. ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു പ്രിമിറ്റീവ് വാല്യൂസ് മാത്രമല്ല സെറ്റ്സിൽ നമുക്ക് ഒബ്ജക്റ്റിന്റെ റെഫറൻസും അറേസ് ഒക്കെ സ്റ്റോർ ചെയ്യാന്നല്ലേ. സോ നമുക്കൊരു അറേ സേവ് ചെയ്യുന്ന ഒരു സെറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ലെറ്റ് ARR set equal to new space set object ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ രണ്ട് ജാവാസ്ക്രിപ്റ്റ് അറേ ക്രിയേറ്റ് ചെയ്യുകയാണ്. ARR 1 equal to 1 2 3 എന്ന് പറഞ്ഞ എലമെന്റ്സ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ARR 2 എന്ന് പറഞ്ഞിട്ട് ഒരു അറേയും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് സെയിം എലമെന്റ്സ് തന്നെ 1 2 3 ആണ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ARR സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെറ്റിലേക്ക് ഡോട്ട് ആഡ് മെത്തേഡ് ത്രൂ ARR 1നെ അതുപോലെ തന്നെ അഗെയിൻ ഈ സെറ്റിലേക്ക് രണ്ടാമത്തെ അറേനെയും ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഈ സെറ്റിനെ ഒന്ന് കൺസോൾ ചെയ്യാം. ARR സെറ്റിനെ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ രണ്ട് അറേസിന്റെ വാല്യൂസ് സെയിം ആണല്ലേ. അങ്ങനെയാണെങ്കിലും ഈ ഡ്യൂപ്ലിക്കേറ്റ് അറേസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്ട്രിങ് ആയിട്ടല്ല, അതായത് ഒബ്ജക്ട്സ് തന്നെ നമ്മൾ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടല്ല സ്റ്റോർ ചെയ്യുന്നത്. ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് അറേസ് ആയതുകൊണ്ട് ഇത് രണ്ട് മെമ്മറി ലൊക്കേഷനിലേക്കല്ലേ പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് ഡിഫറെന്റ് റെഫറൻസ് ആണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്, അതിന്റെ കണ്ടന്റ് അല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളത്. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഒന്ന് സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡ് json.stringify എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് അല്ലേ, അത് യൂസ് ചെയ്താൽ മതി. ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് സ്ട്രിങ്സ് ആണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഇത് സെയിം സ്ട്രിങ് ആയതുകൊണ്ട് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂവിനെ റിമൂവ് ചെയ്തിട്ട് ആ ഒരു സിംഗിൾ അരേന്റെ കണ്ടന്റ് മാത്രമേ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഒബ്ജക്ട്സിനെയും സ്റ്റോർ ചെയ്യാം. ഇനി വേറൊരു കേസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഡ് മെത്തേഡിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ പുതിയൊരു
സെറ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ചെയിൻ സെറ്റ് എന്ന് പറഞ്ഞ ഈക്വൽ ടു ന്യൂ സ്പേസ് സെറ്റ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നു. ഇതിൻ്റെ അകത്തേക്ക് വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് ആഡ് ചെയ്യുവാണ്. ചെയിൻ സെറ്റ് ഡോട്ട് ആഡ് ഓഫ് 1 ഡോട്ട് അഗെയിൻ ആഡ് ഓഫ് 2 ഡോട്ട് ആഡ് ഓഫ് 3 3 വാല്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ നമുക്ക് ഈ സെറ്റിനെ ഒന്ന് കൺസോൾ ചെയ്യാം. ഇവിടെ കണ്ടില്ലേ ആ 3 വാല്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ വാല്യൂസ് ചെയിൻ ചെയ്തും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് വാല്യൂ ഈ ഒരു സെറ്റിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഷ് മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പൊ ഹാഷ് മെത്തേഡ് ട്രൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ആ ഒരു എലമെന്റ് ഈ സെറ്റിലുണ്ട്. ഫാൾസ് ആണെങ്കിൽ അത് ഈ വാല്യൂ ഈ ഒരു നമ്മൾ കൊടുക്കുന്ന സെറ്റിലില്ല. അതായത് ഒരു ബൂലിയൻ വാല്യൂ ആയിരിക്കും ഈ ഹാഷ് മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത്. അതായത് ലോഗ് ഓഫ് നമുക്ക് ചെയിൻ സെറ്റിൽ തന്നെ ചെക്ക് ചെയ്യാം. ഡോട്ട് ഹാഷ് ഓഫ് അത് 1 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ട്രൂ റിട്ടേൺ ചെയ്തു. ഇനി അഗെയിൻ നമുക്ക് ഒന്നും കൂടെ കോൾ ചെയ്യാം. ഡോട്ട് ചെയിൻ സെറ്റ് ഡോട്ട് ഹാഷ് ഓഫ് ഒരു 10 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ കണ്ടില്ലേ അത് ഫാൾസ് അല്ലേ റിട്ടേൺ ചെയ്തത്. ഇതാണ് ആ വാല്യൂ എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഹാഷ് മെത്തേഡ് ത്രൂ നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി നമുക്കൊരു വാല്യൂ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അപ്പൊ ചെയിൻ സെറ്റ് ഡോട്ട് ഡിലീറ്റ് മെത്തേഡിനെ കോൾ ചെയ്യുക. ഏതാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ വാല്യൂ പാസ് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ 2 ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. എഗെയിൻ ഞാൻ ഈ സെറ്റിനെ ഒന്ന് കൺസോൾ ചെയ്യുവാണ്. ചെയിൻ സെറ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ കണ്ടില്ലേ 1ഉം 3 മാത്രമേ ഉള്ളൂ. 2 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ റിമൂവ് ആയി. ഇനി നമുക്ക് ഈ സെറ്റിലെ എല്ലാ വാല്യൂസിനെയും റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോട്ട് ക്ലിയർ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ചെയിൻ സെറ്റ് ഡോട്ട് ക്ലിയർ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഇവിടെ കണ്ടില്ലേ നമുക്ക് എം ടി സെറ്റ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ സ്പെസിഫിക് വാല്യൂ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലീറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. എൻറ്റയർ വാല്യൂസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിയർ മെത്തേഡ് യൂസ് ചെയ്യാം. ഞാൻ ഇതൊന്ന് കമന്റ് ചെയ്യുവാണ്. ഇനി നമുക്ക് ഐട്രേറ്റ് ചെയ്യണമെങ്കിൽ ഫോർ ഓഫ് ലൂപ്പോ ഫോർ ഈസ് ലൂപ്പോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഫോർ ഓഫ് ലൂപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് ഐട്രേറ്റ് ചെയ്യാം. ലെറ്റ് നം ഓഫ് ചെയിൻ സെറ്റ് ഇവിടെ കണ്ടില്ലേ. അപ്പൊ ഫോർ ഓഫ് അതുപോലെ തന്നെ നമുക്ക് ഡോട്ട് വെച്ചിട്ട് ഫോർ ഈച്ച് ലൂപ്പ് വെച്ചിട്ടാണെങ്കിലും ഐട്രേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ജാവാസ്ക്രിപ്റ്റിലെ സെറ്റ്സിന്റെ മെയിൻ മെത്തേഡ്സ്. ഒരു കളക്ഷൻ ഓഫ് യൂണീക് വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റ് നമുക്ക് യൂസ് ചെയ്യാം. എസ്പെഷ്യലി നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനെ അവോയ്ഡ് ചെയ്യണം എന്നുള്ള കേസിൽ. അതുപോലെ തന്നെ ലുക്കപ്പ് ഓപ്പറേഷനും ഇതൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ ടൈപ്പ് ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിരുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.